ഇന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് കൂണുകളായത്. എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് ഒരു തോരൻ വെച്ചാലോ? നമുക്ക് ആ കൂണങ്ങ് പറിച്ചേക്കാം അല്ലേ? നല്ലപോലെ കഴുകി നമുക്ക് അരിഞ്ഞ ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളകാണ്. നല്ല സ്ലൈസായിട്ട് അരിയുക. അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത്, കാരണം കൂണ് മുറ്റത്തൊക്കെ നിൽക്കുന്നതല്ലേ, അതിൽ അത്യാവശ്യം വിഷം അങ്ങനെ എന്തെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് കഴുകുന്നത്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചേക്കണം, അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള തേങ്ങ. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ എണ്ണ അത്യാവശ്യത്തിന് ഒഴിച്ചാൽ മതി, കാരണം തേങ്ങയും വേകണം കൂണും വേകണം. സവാള നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ട്, അത് മിക്സാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കടുക് അത്യാവശ്യത്തിന് പൊട്ടിച്ചിടാം. നമുക്ക് ആവശ്യമുള്ള കടുക് അവിടെ ഇടണം. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് ഒന്ന് കറിവേപ്പില പൊട്ടി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ട് മിക്സ് ചെയ്യണം. ചെറിയ ഉള്ളി നമുക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം കൂണിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം കൂണ് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വരും. സോ അതുകൊണ്ട് കൂണ് വേവിച്ചെടുക്കുക. കൂണൊന്ന് വെന്ത് വരാറാകുന്ന സമയത്തുണ്ടല്ലോ നമുക്കത് നല്ലപോലെ സ്റ്റെർ ചെയ്ത് കൊടുക്കണം, കാരണം ഓയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂണൊന്ന് ഇളക്കി പിടിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊന്നിട്ട് അതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം എല്ലായിടത്തും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ആ തേങ്ങ വേകുമ്പോൾ നമ്മുടെ കൂണും നല്ലതുപോലെ വെന്ത് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇടുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെക്കണം കുറച്ച് നേരത്തേക്ക്. സോ കുറച്ച് സമയം അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ നീരാവിയിൽ തന്നെ വെന്ത് വരും. ഒത്തിരി എണ്ണയൊന്നും ഓവറായിട്ട് ഒഴിക്കേണ്ട. ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണേൽ അടച്ച് വയ്ക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പം ഏകദേശം നമ്മളുടെ കൂണ് റെഡി ആയിട്ടുണ്ട്. സോ മഷ്റൂം സൂപ്പറായിട്ട് എല്ലാം വെന്ത്, കാരണം കളർ വരെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഇനി വേണമെന്ന് നമുക്കിതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.